ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ. എന്താ പറയുക, ഇന്ന് എല്ലാവരും ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 100-ൽ മോർ ദാൻ 60% ആളുകൾ പെണ്ണുങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ പ്രോഡക്ട്സ് ഓർഡർ ചെയ്യേണ്ടവരും കൗൺസിലിങ്ങിനായാലും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഇന്നൊരു ടിപ്പ് പറഞ്ഞുതരാം. ഈ കഴിയുന്നതും ഓരോ വീഡിയോയിലും ഞാൻ ഓരോ ടിപ്പ്, അതായത് ഇൻടേക്ക് എന്തൊക്കെയാണ്, നമ്മളുടെ ഹെൽത്ത്, നമ്മുടെ സ്കിന്നിനും ഹെൽത്തിനും ഹെയറിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പ് എല്ലാ വീഡിയോയിലും കഴിയുന്നതും ഞാൻ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. ഇന്ന് ഞാനൊരു ടിപ്പ് പറയുന്നത് പോമഗ്രാനേറ്റ്. ഈ സാധനം എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അതിൻ്റെ ഉള്ളിൽ ഇത് കഴിച്ചാൽ നല്ലപോലെ നിറം വെക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും വാങ്ങിച്ച് കഴിക്കും അല്ലേ? ഇതിൻ്റെ തൊലി എന്താ നമ്മൾ ചെയ്യുക? എടുത്ത് കളയും അല്ലേ? അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഇനി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊലി കളയരുത്. ഒരു പോമഗ്രാനേറ്റിൻ്റെ തൊലി എടുത്തിട്ട് നല്ല പോലെ വാഷ് ചെയ്തിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ 2 മിനിറ്റ് നേരം അതങ്ങ് തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് ആ വെള്ളം അങ്ങ് കുടിച്ചു നോക്കിക്കുക, നല്ല റിസൾട്ടാണ്. അത് നിങ്ങൾ എപ്പോഴൊക്കെ വാങ്ങിക്കുന്നോ അപ്പോഴൊക്കെ അതിൻ്റെ തൊലിയും കൂടെ വെറുതെ എന്തിനാ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതല്ലേ, കളയാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇടയിൽ നമ്മളുടെ ആൾ ചെറുതായിട്ടൊന്ന് ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ ഓക്കെ, ഇന്ന് ഈ പറയുന്ന കരിമംഗലം, അതുപോലെ തന്നെ ചെറിയ ചെറിയ കുഴികൾ, ഓപ്പൺ പോർസ്, അതുപോലെ തന്നെ കഴുത്തിന് ചുറ്റുമുള്ള അഗാധമായിട്ടുള്ള കറുപ്പ്, കണ്ണിന് ചുറ്റിലുള്ള കറുപ്പ്, ഇതൊക്കെ ഭൂരിഭാഗം പെണ്ണുങ്ങളും ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് അല്ലേ? അപ്പോൾ ഇതിനെന്താ പരിഹാരം? ഈ കരിമംഗലം, മെലാസ്മ പോലുള്ള പ്രശ്നത്തിന് ഒരുപാട് ആളുകൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അവർക്കത് റെഡി ആവാതെ ചിലരൊക്കെ ഒരുപാട് ഹോമിയോ മരുന്ന് കുടിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഈ കരിമംഗലം എന്ന് പറയുന്നത് ഒരു ഏജിങ് പ്രോസസ്സായിട്ട് വരുന്ന ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതിന് ഇൻടേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ മാർവാസിൻ്റെ പ്രോഡക്ട്സ് എങ്ങനെയൊക്കെയാണ്, ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കിതിന് എനിക്ക് കരിമംഗലം കുറഞ്ഞു വരുന്നുണ്ട്, എൻ്റെ സ്കിന്ന് ക്ലീൻ ആൻഡ് ക്ലിയർ ആവുന്നുണ്ട് എന്ന് കസ്റ്റമേഴ്സ് പറയാറുണ്ട്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പോൾ നമുക്ക് ഈ ഒരു കേസിൽ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ ഫേസ് ഓയിലും സിറവും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇഫ് ദ പേഴ്സൺ ഹു ഡോണ്ട് ഹാവ് പിമ്പിൾസ് ഇഷ്യൂസ്, അതായത് പിമ്പിൾസ് വരുന്ന പ്രശ്നം ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് ബ്രൈറ്റനിങ് ഓയിൽ തന്നെ വാങ്ങിച്ച് യൂസ് ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെ കംപ്ലീറ്റ് ബോഡി കോൺസെൻട്രേറ്റ് ചെയ്യാണ്, കംപ്ലീറ്റ് ആയിട്ട് ഒരു കുട്ടിക്ക് ബോഡി കോൺസെൻട്രേറ്റ് ചെയ്ത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേസ് ബ്രൈറ്റനിങ് ഓയിൽ തന്നെയാണ് നല്ലത്. ഓക്കെ, അപ്പം ഇത് തേക്കാണ് 1/4 മണിക്കൂർ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മളുടെ ഈ ഓയിലൊക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട്, എനിക്ക് കരിമംഗലം ഒരുപാട് കുറവുണ്ട്. എനിക്ക് നേരിട്ട് കണ്ട അനുഭവമുള്ള കുറച്ച് ആളുകളുണ്ട്, അവരും അത് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ സിറം, ഈ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ്, അതുപോലെ ചുണ്ടിന് വരുന്ന പിഗ്മെന്റേഷൻ, നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടായാലും, ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ, ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടായാലും സൺ ടാൻ കൊണ്ട് വരുന്നതായാലും ഇതിനൊക്കെ ബെസ്റ്റ് സാധനമാണ് സിറം. അതേമാതിരി നമുക്ക് ഫേസിലൊക്കെ ചെറിയ ചെറിയ റിങ്കിൾസ്, ഓപ്പൺ പോർസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഓയിൽ വാങ്ങിക്കുന്നതിന് പകരം ഫേസ് സിറം വാങ്ങിക്കുക. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ വില, ഒരുപാട് ആളുകൾക്ക് ഞാൻ കമൻസ് ഇടുമ്പം അതിൽ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. സിറത്തിന് 399 ആണ്, 399 രൂപയാണ്. ഓയിലിന് 299 രൂപയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, പിന്നെ അപ്പോൾ ഈ ഒരു എല്ലാവരും ഫേസ് ചെയ്യുന്ന ഈ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഓയിൽ, പിന്നെ കംപ്ലീറ്റ് ആയിട്ട് നാച്ചുറലി നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കുന്ന 2 പ്രോഡക്റ്റാണിത്. വേറെയും പ്രോഡക്ട്സ് മാർവാസിന് വരുന്നുണ്ട്. ബാക്കിയുള്ള ഓരോ പ്രോഡക്ട്സും ഇതെന്താണെന്നറിയോ, ഞാൻ ഓരോന്ന് എടുത്ത് ഓരോ വീഡിയോസ് ഇത് എനിക്ക് കസ്റ്റമേഴ്സ് കോൺടാക്ട് ചെയ്യുമ്പം അവർ തന്നെ പറയുന്ന, അപ്പോൾ 1-ലധികം അല്ലെങ്കിൽ 10-ലധികം 100-ലധികം ഒരേ എൻക്വയറി വരുമ്പം നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് ആളുകൾ കണ്ടു കഴിഞ്ഞാൽ അത്രയും ആളുകളുടെ എൻക്വയറിക്ക് നമ്മൾ ഉത്തരം കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കഴിയുന്നതും എല്ലാ കസ്റ്റമേഴ്സ് ചോദിക്കുന്നതിനും ഞാൻ കഴിയുന്നതും മറുപടി കൊടുക്കാറുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഓയിലും സിറവും ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, യെസ് യു ക്യാൻ. നമ്മൾ ഓയിൽ പകലോ അല്ലെ രാത്രി എപ്പോഴാണെന്നുണ്ടെങ്കിലും 1/4 മണിക്കൂർ തേച്ച് പിടിപ്പിച്ചിട്ട് കേഴി കളയാൻ വേണ്ടി ശ്രദ്ധിക്കുക. സിറം എന്ത് ചെയ്യുക, രാത്രി കിടക്കുമ്പോൾ തേച്ചിട്ടിട്ട് കിടക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ പിന്നെ ഒരുപാട് പേര് ചാർക്കോൾ ഗോഡ് മിൽക്ക് സോപ്പിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ്, പിന്നെ എൻ്റെ ഫേസ്
എൻ്റെ ഫേസ് ഞാൻ കുറച്ചും കൂടെ അടുത്തോട്ട് വന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. എൻ്റെ ഫേസിൽ ഞാൻ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇട്ടിട്ടില്ല. ഈ കാണുന്ന ഞാൻ ഇതിലോട്ട് ട്രാൻസ്ഫോർമേഷൻ ആയത് ഈ ഒരു പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്തിട്ടാണോ എന്ന് ചോദിക്കുന്നവരോട്, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇത് മാത്രമാണോ യൂസ് ചെയ്തിട്ടെന്ന് ചോദിക്കുന്നവരോട് ഞാൻ 100% എല്ലാവരോടും ഓപ്പൺ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. എക്സസൈസ്, വർക്കൗട്ട് ആയാലും ഫുഡ് ഇൻടേക്ക് ആയാലും കൂടെ ഈ പ്രോഡക്ട്സ്, എനിക്ക് എന്തെങ്കിലും ഫേസിന് ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഞാൻ കെമിക്കൽ പ്രോഡക്ട്സ് യൂസ് ചെയ്യാറില്ല. പുറത്ത് പോകുമ്പോൾ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നല്ലാണ്ട് ഞാൻ ഈ മുഖത്ത് ഇപ്പോൾ സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എന്താണ് ഓപ്പൺ പോർസ്, എനിക്ക് ഓപ്പൺ പോർസിൻ്റെ പ്രശ്നമൊന്നും എനിക്കില്ല. അത് വീഡിയോയിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ്, ഡാർക്ക് സർക്കിൾസ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല ഇതുവരെ. അപ്പോൾ അത് നമ്മൾ നാച്ചുറലി ഉള്ള പ്രോഡക്ട്സ്, നമ്മൾ ഈ ഫേസ് ഓയിൽ തന്നെ ഇപ്പം എൻ്റെ അടുത്ത് ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട്. ഞാൻ ഒരു ബോട്ടിൽ യൂസ് ചെയ്തു, ഇപ്പം മുഖം ക്ലീൻ ആയിട്ടുണ്ട്, ഇനി 2 ബോട്ടിലും കൂടെ വേണം ഇനി കുറച്ച് കളർ വെക്കും. അവർക്ക് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും. അതുപോലെ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. പിന്നെ വേറൊന്ന്, ഇതൊരു 3-4 ബോട്ടിൽ യൂസ് ചെയ്തവർക്ക് സ്കിൻ അതിലോട്ട് ഒരുപാട് പേർക്ക് അഡാപ്റ്റ് ആയവരുണ്ട്. അങ്ങനെ അഡാപ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണെന്നറിയോ, നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ഈ ഓയിൽ നിങ്ങൾ കുളിക്കാൻ പോകുന്ന സമയത്ത് ജസ്റ്റ് മുഖത്ത് ഓയിൽ തേച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ വാഷിങ്ങും നിങ്ങളുടെ കൈക്കാലുകൾ കഴുകുന്നൊക്കെ സമയത്ത് അത് അത്രയും സ്റ്റോർ ചെയ്യാൻ മതി. എന്നിട്ട് അങ്ങ് കഴുകി കളയാം. മാർവാസിൻ്റെ ബ്രൈറ്റനിങ് സോപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ ഫേസ് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ബെസ്റ്റാണ് നിങ്ങൾക്ക് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഈ കരിമംഗലം, മെലാസ്മ, അതുപോലെ ഓൾമോസ്റ്റ് ഒന്ന് തന്നെയാണ് കേട്ടോ അത്. പിന്നെ അതുപോലെ തന്നെ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ്, ഡാർക്ക് സർക്കിൾസ്, പിഗ്മെന്റേഷൻ, ഈ പ്രശ്നങ്ങൾക്കൊക്കെ അതുപോലെ തന്നെ ചോദിക്കുന്നവരാണ്. പ്രഗ്നൻസി സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുമോ? യെസ്, യു ക്യാൻ. രണ്ടും പ്രഗ്നൻസി ടൈമിൽ യൂസ് ചെയ്യാം. പിന്നെ PCODയിൽ വന്നിട്ടുള്ള ഹൈപ്പർ പിഗ്മെന്റേഷൻ പോകുമെന്ന് ചോദിക്കുന്നുണ്ട്. യെസ്, അത് പോകും. അപ്പോൾ അതൊക്കെ ഞാനായിട്ട് പറയുന്നില്ല, കസ്റ്റമർ മാറിയെന്ന് പറയുന്ന കോൺഫിഡൻ്റ് ആണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരുപാട് അങ്ങ് വലിച്ചു നീട്ടി ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക. ഓരോ വീഡിയോയിലും ഓരോ ടിപ്പുമായിട്ട് വരുന്നതായിരിക്കും.